സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നുമുള്ള ജനവിധിയിൽ ക്രൈസ്തവ സമുദായങ്ങൾക്ക് നേരെ വരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തൃശൂർ അതിരൂപത നേതൃത്വം. സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി പിന്തുണച്ചുവെന്നായിരുന്നു ആരോപണം. ഈ പരാമർശം വേദനാജനകമാണെന്നും ഞെട്ടലുളവാക്കിയെന്നും സഭാ നേതൃത്വം പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അനർഹമായ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അതിരൂപത നേതൃത്വം ഒരു പ്രത്യേക പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്ന തെറ്റായ പ്രചരണം വേദനാജനകമാണെന്ന വാർത്തയാണ് അതിരൂപത നേതൃത്വം വ്യക്തമാക്കിയത്. തൃശൂർ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സേവന സജ്ജരാകുവാൻ NCYM റാന്നി പെരുന്നാട് വൈദിക ജില്ലാ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. വൈദിക ജില്ലാ ഭാരവാഹികൾ ടാസ്ക് ഫോഴ്സിന് നേതൃത്വം നൽകും. തെക്കൻ കേരളത്തിലെ മലയോര മേഖലയിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് NCYM റാന്നി പെരുന്നാട് വൈദിക ജില്ലാ ടാസ്ക് ഫോഴ്സ് പ്രവർത്തനങ്ങൾ ഏകോപിക്കുവാൻ ആരംഭിക്കുന്നത്. വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിനെ പോലെ അധ്യാപകർ വഴികാട്ടുകളാകണമെന്ന് KCBC വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജോഷ മാർ ഇഗ്നാത്യാസ്. ഹൃദയവിഷാദിയുള്ളവരും വിദ്യാർത്ഥികളോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ളവരും ആയിരിക്കണം അധ്യാപകരെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നവരാണ് നല്ല അധ്യാപകരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജൂലൈ 3 നടത്താൻ നിശ്ചയിച്ച അഫിലിയേറ്റഡ് കോളേജുകളിലെ 2ാം സെമസ്റ്റർ ബിരുദം ബിരുദാനന്തര ബിരുദ പരീക്ഷകളും അഫിലിയേറ്റഡ് കോളേജുകളിലെയും സെന്ററുകളിലെയും 2ാം സെമസ്റ്റർ MCA പരീക്ഷകളും ജൂലൈ 4 നടക്കുന്ന വിധം പുനഃക്രമീകരിച്ചിരിക്കുന്നുവെന്ന് യൂണിവേഴ്സിറ്റി അധികൃതർ അറിയിച്ചു. ക്രൈസ്തവരുടെ പുണ്യദിനമായ ദുഃഖാന തിരുനാളിന് പരീക്ഷ നടത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വിവിധ ക്രൈസ്തവ സംഘടനകൾ രംഗത്ത് വന്നതിനെ തുടർന്നാണ് നടപടി. കേരള സർക്കാരിന്റെ മദ്യനയവും ലഹരി വിമുക്ത പദ്ധതികളും സംബന്ധിച്ച സമീപനങ്ങളും ഓരോ വർഷവും കഴിയുന്തോറും കൂടുതൽ അനാരോഗ്യകരമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് KCBC മധ്യവൃത്ത കമ്മീഷൻ. LDF സർക്കാർ അധികാരത്തിലേറിയ 2016 മുതൽ ഇതുവരെ മദ്യ വിപണനവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും മദ്യനയവും അനുബന്ധ ചർച്ചകളും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കും കുടുംബങ്ങൾക്കും കടുത്ത ആശങ്കയാണ് സമ്മാനിച്ചിട്ടുള്ളതെന്ന് KCBC മധ്യവൃത്ത കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് യുഹന്നാനോർ മാർ തിയോഡീഷ്യസ് ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ജൂലൈ 3 സെന്റ് തോമസ് ദിനത്തിലെ എല്ലാ സർവകലാശാല പരീക്ഷകളും മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് KSCM സംസ്ഥാന പ്രസിഡന്റ് ബ്രൈറ്റ് വിട്ടനടപ്പിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് നിവേദനം നൽകി. ഇക്കാര്യം ഉന്നയിച്ച യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സിറീഖ് ചാഴിക്കാടൻ മുഖ്യമന്ത്രിക്ക് നേരത്തെ നിവേദനം നൽകിയിരുന്നു. ഏറ്റുമാനൂരിലെ രത്നഗിരി പള്ളിയുടെ കുരിശുമല സെന്റ് എഫ്രൈം കുരിശുപള്ളിയിൽ വിശുദ്ധ യൂദാസ്ലിഹായുടെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു. വിശുദ്ധ കുർബാനയ്ക്കും തിരുസ്വരൂപ വെഞ്ചരിപ്പിനും ശംഷാബാദ് രൂപത സഹായമിത്രാൻമാർ തോമസ് പാടിയത്ത് നേതൃത്വം നൽകി. വികാരി ഫാദർ മൈക്കൽ നരിക്കാട്ട്, സീറോ മലബാർ സഭയുടെ പ്രോലൈഫ് അപ്പോസ്റ്റലേറ്റ് സെക്രട്ടറി സാബു ജോസ്, ഇടവകങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് നേർച്ച സമർപ്പണവും നടത്തി. ലഹരി വിരുദ്ധ ദിനം പൊതുസമൂഹത്തിന് മാത്രമല്ല ഭരണാധികാരികൾക്കും ശക്തമായ സന്ദേശമാണ് നൽകുന്നതെന്ന് മുൻ സ്പീക്കർ VM സുധീരൻ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി KCBC മധ്യവൃത്ത സമിതി പാലായുടെ ആഭിമുഖ്യത്തിൽ ഭരണഗാനം സെന്റ് മേരീസ് ഫൊറോന പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ മാസാചരണ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് കുരുവിള ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സമ്മേളനത്തിൽ പാലാരൂപത വികാരി ജനറൽ മോൺസിനൂർ സെബാസ്റ്റ്യൻ വേത്താരത്ത് അധ്യക്ഷത വഹിച്ചു. തുടങ്ങനാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖാന തിരുനാളിന് കൊടിയേറി. 2024 ജൂൺ 25 ചൊവ്വാഴ്ച മുതൽ ജൂലൈ 3 ബുധൻ വരെയാണ് ഭാരതസഭയുടെ അപ്പസ്തോലനും ധീര രക്തസാക്ഷിയുമായ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ ദുഃഖാന തിരുനാൾ ആചരിക്കപ്പെടുന്നതെന്ന് തുടങ്ങനാട് സെന്റ് തോമസ് ഫൊറോന ഇടവക വികാരി റവറന്റ് ഫാദർ ജോൺസൺ പുളിറ്റ് അറിയിച്ചു. ലഹരി വസ്തുക്കളുടെ അടിമകളായവർക്ക് സ്വാതന്ത്ര്യവും താങ്ങുമായി 3 പതിറ്റാണ്ട് പിന്നിട്ട് വടക്കാഞ്ചേരിയിലെ വള്ളിയോട് സെന്റ് ജോസഫ് ഹോളിസ്റ്റിക് ഹീലിംഗ് സെന്റർ. മദ്യം, അതിമാർഗ ലഹരി വസ്തുക്കളായ MDMA, മെറ്റാഫിമിൻ തുടങ്ങിയ ലഹരി വസ്തുക്കൾക്ക് അനേകർ അടിമകളാവുന്ന സാഹചര്യത്തിൽ ഏറെ പേരെ പുതുജീവനിലേക്ക് വഴി നടത്തുകയാണ് ധർമ്മഗിരി സിസ്റ്റേഴ്സ് നടത്തുന്ന സെന്റ് ജോസഫ് ഹോളിസ്റ്റിക് ഹീലിംഗ് സെന്റർ. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ശാരീരിക, മാനസിക, ആധ്യാത്മിക, കുടുംബ, സാമൂഹിക പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള ബോധ്യപ്പെടുത്തലുകൾക്കൊപ്പം വ്യായാമം, റിലാക്സേഷൻ തെറാപ്പി, കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ്, ഷെയറിംഗ്, ഗ്രൂപ്പ് ചർച്ചകൾ തുടങ്ങിയവയും ലഭ്യമാക്കുന്ന ഹീലിംഗ് സെന്റർ അനേകർക്ക് താങ്ങും തണലുമായി മാറുകയാണ്. ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് മതപരമായി വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ജൂലൈ 3
സെന്റ് തോമസ് ദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്ന് പ്രൈവറ്റ് സ്കൂൾ ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ ദിവസം ക്രിസ്ത്യാനികളായ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറ്റ് ജോലിക്കാർക്കും നിർബന്ധമായി വിശുദ്ധ കുർബാനയിലും മറ്റ് ആരാധനയിലും പങ്കെടുക്കേണ്ടതാണ്. ഈ ദിവസം നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള വിവിധ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ മാറ്റിവെക്കണമെന്നും സംസ്ഥാന പ്രസിഡന്റ് സിബി ആന്റണി തെക്കേടത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന തലത്തിൽ ഉജ്ജ്വല വിജയം നേടി KCSL ഇടുക്കി രൂപത. സംസ്ഥാന തലത്തിൽ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് രൂപത 1ാം സ്ഥാനം കരസ്ഥമാക്കി. രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ കുട്ടികളെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുന്ന കത്തോലിക്ക വിദ്യാർത്ഥി സംഘടനയാണ് KCSL. കഴിഞ്ഞ വർഷം ചിട്ടയായ പ്രവർത്തനങ്ങൾ വഴി സംഘടനയെ മുന്നോട്ട് നയിച്ചാണ് കേരള സഭയിലെ മികച്ച രൂപതയായി ഇടുക്കി രൂപത തിരഞ്ഞെടുക്കപ്പെട്ടത്. പാലാരിവട്ടം POCയിൽ നടന്ന യോഗത്തിൽ KCBC വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ KCSL രക്ഷാധികാരിയുമായ ജോഷുവ മാർ ഇഗ്നാത്യാസ് പ്രഖ്യാപനം നടത്തിയത്. ശാസ്താംകോട്ട വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ദേവാലയത്തിൽ കൊല്ലം രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി അജപാലന സന്ദർശനം നടത്തി. വിശ്വാസ സമൂഹത്തിന് ഹൃദ്യമായ വചന സന്ദേശം നൽകിയ ശേഷം അഭിമന്യ പിതാവ് മതബോധന വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്തു. പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അഗ്രിമ സെൻട്രൽ നഴ്സറിയുടെ സഹകരണത്തോടെ കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളിയിൽ ബാലവൃക്ഷ തൈകൾ, പൂച്ചെടികൾ, ചെടിച്ചട്ടികൾ തുടങ്ങിയവയുടെ പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചു. സെന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രകുന്നിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ക്രൈസ്തവ വിശ്വാസികൾ സെന്റ് തോമസ് ദിനമായി ആചരിക്കുന്ന ജൂലൈ 3-ന് കേരളത്തിലെ അഫിലിയേറ്റഡ് കോളേജുകളിൽ നടത്താനിരുന്ന വിവിധ കോഴ്സുകളുടെ റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് കേരള യൂത്ത് ഫ്രണ്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മതവിശ്വാസികളുടെ വിശേഷ ദിവസങ്ങളിൽ പരീക്ഷകൾ നടത്തുന്ന നടപടികളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി, UN വിമൻ, സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ, ദ ജെൻഡർ പാർക്ക്, സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെ മെഗാ ഇവന്റ് സംഘടിപ്പിച്ചു. സ്ത്രീകളുടെ ആരോഗ്യം, സുരക്ഷ, ക്ഷേമം എന്നീ മെച്ചപ്പെട്ട രീതിയിൽ തിരികെ കൊണ്ടുവരിക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് മെഗാ ഇവന്റ് സംഘടിപ്പിച്ചത്. പള്ളിക്കര സെന്റ് മേരീസ് കത്തീഡ്രൽ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. ഇതിന്റെ ഭാഗമായി യൂത്ത് അസോസിയേഷൻ, സ്റ്റുഡൻസ് മൂവ്മെന്റ് അംഗങ്ങൾ ചേർന്ന് മോരക്കാല കത്തീഡ്രൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പള്ളിക്കര, പെരിങ്ങാല എന്നിവിടങ്ങളിൽ ഫ്ലാഷ് മോബ് നടത്തി. കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S ബിനു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കത്തീഡ്രൽ വികാരി EC വർഗീസ് കൊറയിപ്പിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. KCYM MCYM താമരശ്ശേരി രൂപതയുടെ ത്രിദിന പ്രകൃതി പഠന ക്യാമ്പ് ഫോളിയ 2.0 പൂഴിത്തോട് ICUP സ്കൂളിൽ തുടക്കമായി. മരന്തോങ്കര മേഖലയുടെ ആതിഥേയത്തിൽ നടത്തപ്പെട്ട ക്യാമ്പ് കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ U ആഷിഖ് അലി ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി നടത്തുന്ന സഹവാസ ക്യാമ്പിൽ രൂപതയിലെ 11 മേഖലകളിൽ നിന്നുമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട യുവജന പ്രതിനിധികൾ പരിസ്ഥിതി സംരക്ഷണം, പാരിസ്ഥിതിക നിയമങ്ങൾ, പശ്ചിമഘട്ടത്തിന്റെ പ്രസക്തി എന്നീ വിഷയങ്ങൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. മണ്ണാർക്കാട് പെരുമ്പടാരി ഹോളി സ്പിരിറ്റ് ഫൊറോന ദേവാലയത്തിൽ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പാലക്കാട് രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ തിരിതെളിച്ച് തുടക്കം കുറിച്ചു. ഫൊറോന വികാരി ഫാദർ രാജു പുളിക്കൽ താഴെ, അസിസ്റ്റന്റ് വികാരി ഫാദർ മെൽജോ ചിറമേൽ എന്നിവർ സഹകാർമ്മികരായി. കൈക്കാരന്മാരായ ജോൺ ജേക്കബ് ഇരട്ടേപ്പറമ്പിൽ, വിൽസൺ ആക്കാട്ടിൽ, ജൂബിലി കമ്മിറ്റി കൺവീനർ ജോ ശശി, ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ, ഇടവക സംഘടനാ പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്തു. തിരുഹൃദയ മാസാചരണത്തിന്റെ ഭാഗമായി ആലുവ സെന്റ് ഡൊമിനിക് ദേവാലയത്തിൽ കുടുംബ യൂണിറ്റുകളുടെ പ്രത്യേക പ്രാർത്ഥനാ യോഗം ചേർന്നു. ഫാദർ ജോസഫ് കരുമത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. സേക്രഡ് ഹാർട്ട്, ലൂയിസ് സിലിൽ, സെന്റ് കുര്യാക്കോസ് ചവറ എന്നീ കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ലെസി ജോസഫ് പള്ളിത്തറ അധ്യക്ഷത വഹിച്ചു. KCYM കൊച്ചി രൂപതയുടെ ആഭിമുഖ്യത്തിൽ പ്രസ്ഥാനത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമസ് മൂറിന്റെ അനുസ്മരണ ദിനാഘോഷത്തിന്റെ ഭാഗമായി കാട്ടിപ്പറമ്പ് സെന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ കുർബാന, പുഷ്പാർച്ചന, അനുസ്മരണ യോഗം എന്നിവ നടത്തപ്പെട്ടു. KCYM പ്രവർത്തകർ വിശുദ്ധ തോമസ് മൂറിന്റെ ജീവിത മാതൃക ഉൾക്കൊണ്ട് സമൂഹത്തിൽ നടനമാടുന്ന അനീതിക്കെതിരെ പോരാടണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് KCYM കൊച്ചി രൂപത മുൻ പ്രസിഡന്റ് ലിനു തോമസ് ഉദ്ഘാടനം നിർവഹിച്ച യോഗത്തിന് രൂപത പ്രസിഡന്റ് യേശുദാസ് വിപിൻ അധ്യക്ഷത വഹിച്ചു. അടൂർ കടമ്പനാട്ട് മെത്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ പരേക്കാട്ട് ഗ്രൂപ്പിൽ നടത്തിയ ശ്രീസാം പാണവിൽ മെമ്മോറിയൽ സംഗീത മത്സരം റവറന്റ് ഫാദർ ജസീർ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. റവറന്റ് ഫാദർ ജെറിൻ ജോൺ അധ്യക്ഷത വഹിച്ചു. റവറന്റ് ഫാദർ അജൻ ജേക്കബ് ഷാജി, PT ജോയ്, ജോർജ്, ലീന സണ്ണി എന്നിവർ പ്രസംഗിച്ചു. അതിരമ്പുഴ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ
രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങൾ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറ ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോർപ്പറേറ്റ് മാനേജർ ഫാദർ മനോജ് കർഗേൽ മുഖ്യപ്രഭാഷണം നടത്തി. സീറോ മലബാർ മലങ്കര യാക്കോബായ സഭകളിലെ വിശ്വാസികൾക്ക് പ്രധാന ആരാധന ദിവസമായ ജൂലൈ 3 MJ യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷ മാറ്റിവെക്കണമെന്ന് കേരള കാത്തലിക് അൺഎയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസോസിയേഷൻ യൂണിവേഴ്സിറ്റി അധികൃതരോട് ആവശ്യപ്പെട്ടു. ക്രൈസ്തവരുടെ സുപ്രധാന ദിവസമായ ദുക്രാന തിരുനാളിന് പരീക്ഷകൾ നടത്തുവാൻ തീരുമാനിച്ച നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായാണ് കേരള കാത്തലിക് അൺഎയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുന്നത്. KCYM ഇടുക്കി രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പരിസ്ഥിതി പഠന ശിബിരം ക്യാനൈൻ ജൂൺ 28, 29, 30 തീയതികളിലായി നെടുങ്കണ്ടം കരുണ ആനിമേഷൻ സെന്ററിൽ വെച്ച് നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യുവജനങ്ങളിൽ പ്രകൃതിയോടും പരിസ്ഥിതിയോടുമുള്ള അഭിനിവേശം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠന ശിബിരം നടത്തപ്പെടുന്നത്. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.